നമസ്കാരം. ഇന്ന് ലൂസിഫർ ഇറങ്ങുകയാണ്. ഒരുപാട് പ്രതീക്ഷകൾക്കും അതുപോലെ തന്നെ കാത്തിരിപ്പിനും ഒടുവിൽ നമ്മുടെ ലാലേട്ടൻ്റെ ലൂസിഫർ ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന ഒരു ക്യാരക്ടർ ഒരു അവതാര പുരുഷനാണോ എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. എന്തായാലും കേരളത്തിൽ രാവിലെ 7 മണിക്കാണ് ഷോ തുടങ്ങുക. ഇപ്പോൾ സമയം ഏകദേശം ഒരു 4-5 മണിയാവുന്നേ ഉള്ളൂ. അതിരാവിലെ തന്നെ നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുകയാണ്. എന്തായാലും സ്റ്റീഫൻ നെടുമ്പള്ളിയെ കാണുവാൻ ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. കേരളത്തിൽ ഏകദേശം 200-ന് മുകളിൽ ഫാൻ ഷോകളാണ് എന്തായാലും ലൂസിഫറിന് ലഭിച്ചിരിക്കുന്നത്. കേരളത്തിന് പുറത്തേക്ക് വരികയാണെങ്കിൽ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും ഗുജറാത്തിലും സിനിമ ഇന്ന് റിലീസ് ചെയ്യുന്നില്ല. നാളെ മാത്രമേ ലൂസിഫറിന് റിലീസ് ഈ ഒരു 3 സംസ്ഥാനങ്ങളിലുള്ളൂ. അത് എന്തായാലും ആരാധകർക്ക് വലിയൊരു നിരാശയാണ്. പ്രത്യേകിച്ച് ചെന്നൈയിലും ബാംഗ്ലൂരുമുള്ള മലയാളി ആരാധകർ. ബാംഗ്ലൂരിൽ നിന്നൊക്കെ നല്ല കളക്ഷൻ ഈ ഒരു മലയാള സിനിമകൾക്ക് ലഭിക്കാറുള്ളതാണ്. അതും ആരാധകരെ സംബന്ധിച്ചിടത്തോളം ബാംഗ്ലൂരിലെ ആരാധകരെ നിരാശയിലാഴ്ത്തി എന്ന് തന്നെ പറയാം. നേരത്തേക്ക് അവർ ഫാൻ ഷോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തേക്ക് മാത്രമല്ല വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ റിലീസ് ചെയ്യുന്ന ഒരു മോഹൻലാൽ ചിത്രം എന്ന റെക്കോർഡ് ഇപ്പോൾ ലൂസിഫറിനാണ്. 43 രാജ്യങ്ങളിലാണ് ഏകദേശം 3100ഓളം സ്ക്രീനുകളിലാണ് നാളെ ഒരു സിനിമ പ്രദർശിപ്പിക്കുന്നത്. കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 400ഓളം തിയേറ്ററുകളിലാണ് ലൂസിഫർ പ്രദർശനത്തിന് എത്തുക എന്നറിയുന്നു. എന്തായാലും ലൂസിഫർ ഒരു സംഭവം തന്നെയാണ്. പ്രതീക്ഷകൾക്ക് നമ്മളെ ഇത്രയേറെ പ്രതീക്ഷിപ്പിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്നു. പൃഥ്വിരാജിൻ്റെ കന്നി സംവിധാന സംരംഭം എന്താകും എന്നുള്ള ഒരു ആകാംക്ഷ തന്നെയാണ് ലൂസിഫറിൻ്റെ ഒരു ഹൈപ്പ് എന്ന് പറയുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഇത് ബ്രഹ്മാണ്ഡ സിനിമയാണ്, അല്ലെങ്കിൽ ഇത് 100 കോടി നേടും, ഇത് അങ്ങനെയാണ്, ചക്കയാണ്, മാങ്ങയാണ് തുടങ്ങിയ വീരവാദങ്ങളൊന്നും മുഴക്കിയില്ല. കാരണം ഒടിയൻ എന്നൊരു സിനിമ എക്സാമ്പിളായിട്ട് മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അവകാശവാദങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് ലൂസിഫർ വരുന്നത്. എങ്കിലും ഒരുപാട് സസ്പെൻസുകൾ നമുക്ക് നൽകും എന്ന് പ്രതീക്ഷിക്കാം. കാരണം അവസാന സമയത്തായിരുന്നു പൃഥ്വിരാജ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നുണ്ട് എന്ന വിവരം നമുക്ക് ലഭിച്ചത്. ട്രെയിലർ ഇറങ്ങിയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പൃഥ്വി ഉണ്ട് എന്ന രീതിയിൽ ഒരുപാട് പോസ്റ്റുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായെങ്കിലും ആരും അതിനൊരു ഉറപ്പ് പറഞ്ഞിരുന്നില്ല. അന്നേരം മമ്മൂട്ടി ഉണ്ടാവും അല്ലെങ്കിൽ വിജയ് സേതുപതി വരും തുടങ്ങിയൊരു കോൺട്രവേഴ്സി ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ അതെല്ലാം മാറി ക്യാരക്ടർ പോസ്റ്ററിലൂടെ തന്നെ പൃഥ്വി തന്നെയാണ് ആ ഒരു വേഷത്തിൽ വരുന്നതെന്ന് അറിയുവാൻ സാധിച്ചു. എന്തായാലും വലിയൊരു താരനിരയാണ് ലൂസിഫറിലുള്ളത്. ഇപ്പോൾ നിങ്ങളിൽ പലരും ചിലപ്പോൾ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോവുമായിരിക്കും. എന്തായാലും കേരളത്തിൽ ഫാൻസുകാർ വലിയ ആഘോഷത്തോടെ തന്നെയാണ് ലൂസിഫറിനെ വരവേൽക്കുന്നത്. ലൂസിഫർ ഒരു ചരിത്ര സംഭവമാകട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. എന്തായാലും നല്ലൊരു ചിത്രമാകട്ടെ എന്ന് ആശംസിക്കുന്നു. എന്തായാലും നിങ്ങൾ സിനിമ കാണുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുക. സിനിമ നല്ലതാണോ, നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്താണോ ലൂസിഫർ എന്നുള്ള തുടങ്ങിയ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തുക. കാരണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഒരു സിനിമയെ വിലയിരുത്തുന്നത്. എന്നും പറഞ്ഞു ഫാൻ ഫൈറ്റിന് ദയവ് ചെയ്ത് ഒരു അവസരമാക്കരുത് ഇത്. കാരണം സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ സിനിമ പൊളിയാണ് എന്നും പറഞ്ഞ് പല കമൻ്റ് ഇടുന്ന ബിരുദന്മാരും ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്തായാലും നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായങ്ങൾക്കാണ് ഞങ്ങൾ വില നൽകുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ പ്രതീക്ഷിച്ചതിലും അപ്പുറമാണോ, അതോ നിങ്ങൾ പ്രതീക്ഷിച്ച അത്രയും എത്തിയില്ല തുടങ്ങിയ നിങ്ങളുടെ സത്യസന്ധമായ കമൻറ്റുകൾ ഇവിടെ രേഖപ്പെടുത്തുക. എന്തായാലും സിനിമയുടെ റിവ്യൂയും അതുപോലെ തന്നെ കളക്ഷൻ റിപ്പോർട്ടുമായി വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല സിനിമ ആകട്ടെ ലൂസിഫർ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ലൂസിഫർ കണ്ടിട്ട് അഭിപ്രായവുമായിട്ട് റിവ്യൂ ആയിട്ട് വരാം. ഇത് ഫിലിമി ബീറ്റ് മലയാളം. നന്ദി, നമസ്കാരം.